സൗണ്ട് ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പനിയൊക്കെ ആയിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനകത്ത് സിനിമകൾ പല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, പെർസെപ്ഷൻ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ റൊമാൻറ്റിക് ഫിലിംസ്. നമുക്ക് മലയാളത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ബോളിവുഡ് സിനിമകളെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു പ്രണയം, റിലേഷൻഷിപ്പ്, എന്തൊരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ മൈൻഡിലെല്ലാം നമ്മൾ ഊഹിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള പല സിനിമകൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിനിമ പോലെ ആയിരിക്കും നമ്മുടെ റിയൽ ലൈഫ് എന്നുള്ളൊരു കാര്യം? കാരണം നമ്മൾ പലപ്പോഴും നമ്മളൊരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ സിനിമ പോലെ ആയിരിക്കും എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു സിനിമ പോലെ ആയിരിക്കും എൻ്റെ പാർട്ട്ണർ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ അല്ല ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പോ അഫെക്ഷനോ ലവോ ഒന്നും അതുപോലെ അല്ല. സോ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കാം. സോ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബീയിങ് എ നൈസ് ഗായ്. അത് എൻ്റെ പൊന്നോ, ഞാൻ ഇത്രയും പറയുള്ളൂ. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു നൈസ് ഗായ് ആയി മാറരുത്. നമ്മളെ പല സിനിമകളും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ നൈസ് ഗായ് ആയിരിക്കണം, നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നല്ല നമ്മൾ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ റിയൽ ലൈഫ്. ഇഫ് യു ആർ എ നൈസ് ഗായ്, one way or another, that person, the other person will definitely take you as granted. നമ്മൾ നൈസ് ഗൈ ആകുന്നു, നമ്മൾ ഓവർലി നമ്മൾ ഒരാൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കുന്നു, നമ്മൾ അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയണ്ട, സിനിമകളിൽ കാണാൻ നല്ലതാണ്. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഏറ്റവും വലിയൊരു അഫെക്ഷൻ കില്ലർ കൂടിയാണ്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ അയക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഗ്രാജുവലി നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. ആൻഡ് അത് ഒരിക്കലും നമ്മൾ ആരും ചെയ്യരുത്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലേക്ക് നമ്മൾ നോക്കണേ, പല സിനിമകളും നമ്മളെ ഒരു നൈസ് ഗൈ ആകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്കാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2013 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ധനുഷിൻ്റെ സോനം കപൂറിൻ്റെ സിനിമയായിട്ടുള്ള റാഞ്ചനയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയ്ക്കകത്ത് അവരുടെ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ധനുഷിനെ ക്ലിയർലി സോനം കപൂർ റിജക്റ്റ് ചെയ്തിട്ടും പുള്ളിക്കാരൻ പെർസ്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് നമുക്കൊരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ആ ഒരു ലവ് വർക്കാവും എന്നുള്ളൊരു കാര്യം കാണിച്ചു തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേ സ്റ്റോക്കിങ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ടോക്സിസിറ്റിയാണ് ആക്ച്വലി നമ്മളേക്ക് അവർ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെയൊന്നും അല്ല ഒരു റിലേഷൻഷിപ്പും വർക്കാവുന്നത്. ഇനി നമുക്ക് കബീർ സിംഗ് എടുക്കാം. ഓക്കെ, കബീർ സിംഗിനകത്ത് പുള്ളിക്കാരൻ നൈസ് ഗൈ ആയിട്ട് ആക്ട് ചെയ്തിട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ ആ ഒരു ഡിസ്ട്രക്റ്റീവ് രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും പ്രിസിസ്റ്റൻ്റ് ആയിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവളുടെ ആ ഒരു മെമ്മറി മറക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് അത് തന്നെയാണ് വീണ്ടും നമ്മൾ കബീർ സിംഗിലും അർജുൻ റെഡ്ഡിയിലും കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ രൺബീർ കപൂറിൻ്റെ ഏത് സിനിമയും നിങ്ങൾ എടുത്ത് നോക്കി, ഓൾമോസ്റ്റ് ഉള്ള എല്ലാ രൺബീർ കപൂറിൻ്റെ റൊമാൻറ്റിക് സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം ഈ ഒരു നൈസ് ഗൈ സെറ്റപ്പ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ദിൽ ഹേ മുഷ്കിൽ എന്ന് പറഞ്ഞ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അനുഷ്ക ശർമ്മയുടെ ക്യാരക്ടറിനെ പുള്ളിക്കാരൻ എത്രത്തോളം, അതായത് പുള്ളിക്കാരിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്നിട്ട് വരെ കണ്ടിന്യൂസ്ലി ആ ഒരു സെയിം ഡിസ്ട്രക്റ്റീവ് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന തൂ ജൂട്ടി മേ മക്കാർ എന്ന് പറഞ്ഞ സിനിമയെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആൻഡ് അതിനകത്ത് കുറച്ചുകൂടി ട്വിസ്റ്റ് ഉണ്ട്. കാരണം രൺബീർ കപൂറിൻ്റെ ക്യാരക്ടർ അതിനകത്ത് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. പുള്ളിക്കാരന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ശ്രദ്ധ കപൂറിൻ്റെ ക്യാരക്ടറിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പേടിയാണ്. പക്ഷേ ഓവർലി പുള്ളിക്കാരിയുടെ കൺട്രോളിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ, അതായത് രൺബീർ കപൂർ ഫാമിലീസിനെ ഇൻവോൾവ് ചെയ്യുന്നു, അവരുടെ രണ്ടുപേരുടെയും ഫാമിലീസ് ഇൻവോൾവ് ആവുന്നു. ആൻഡ് അതിനുശേഷം സംഭവിക്കുന്ന പല കാര്യങ്ങൾ തന്നെ. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ സിനിമയിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ടോക്സിക് ആയിട്ടാണ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ ഒരു റിയൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഈ സെറ്റപ്പിനകത്ത് ഒരിക്കലും നിങ്ങളൊരു നൈസ് ഗൈ ആകരുത്. നിങ്ങളൊരു നൈസ് ഗൈ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണുന്ന ഔട്ട്കം ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കും. സോ നമ്പർ 2, കൂടുതൽ നമ്മളെ ഇന്ത്യൻ ഫിലിംസ് പിന്നീട് കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതായത് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളൊരു ഗ്രാൻഡ് ജസ്റ്റർ നമ്മൾ കാണിച്ചു തന്നോന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാറുഖ് ഖാൻ്റെ കുറേ പഴയ സിനിമകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ദിൽവാല ദുൽഹനിയ ലേ ജായേഗി, കുച്ച് കുച്ച് ഹോത്താ ഹേ, ആൻഡ് വീണ്ടും രൺബീർ കപൂറിൻ്റെ സിനിമയായിട്ടുള്ള ബർഫി. ഞാൻ പറയുള്ളൂ, ഗ്രാൻഡ് ഗെസ്റ്റർ ഒന്നും ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യം വേണ്ട ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നല്ലൊരു ട്രസ്റ്റ്, പിന്നെ നമ്മൾ ഈക്വലി റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, നമ്മളെ രണ്ടുപേരെയും ബാധിക്കാത്ത രീതിയിൽ. ഈ ഒരു 3 കാര്യം ഉണ്ടെങ്കിൽ ഒരു ഗ്രാൻഡ് ജസ്റ്ററിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തന്നെ ഷാറുഖ് ഖാൻ്റെ പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കാജലിനെ പെർസ്യൂ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ലണ്ടനിൽ നിന്ന് കാണുന്നു, പിന്നെ തിരിച്ചിവിടെ വരുന്നു, എന്നിട്ട് അവസാനം പറയുന്നു ജാജ് സിമ്രൻ ജാ അപ്ന സിന്ദഗി ജീല അങ്ങനെയൊക്കെ പറയുന്നത്, പിന്നെ പലർക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ ബർഫി സിനിമയൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, രൺബീർ കപൂർ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടറിനെ ചേസ് ചെയ്ത് പോകുന്നത് പുള്ളിക്കാരിയെ വിൻ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ സിനിമകളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ റിയൽ ലൈഫാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരിച്ച് കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ വെറുതെയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തേങ്ങ ചെയ്ത് കഴിഞ്ഞാലും അതായത് നമ്മളെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി അങ്ങനെ തിരിച്ചു വന്നാൽ തന്നെ ജസ്റ്റ് ടെമ്പററി മാത്രമായിരിക്കും. ആ ഒരു മൂമെൻറ്റിലായിരിക്കും അവർ തിരിച്ചു വന്നിട്ടുള്ളത്. ആ ഒരു മൂമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു പോകും. ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റബ്നെ മന ദിൽ ജോഡി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഷാറുഖ് ഖാൻ്റെ മറ്റേ ക്യാരക്ടർ എന്നിട്ട് പുള്ളിക്കാരി അനുഷ്കയെ ആ ഒരു ഐ ലവ് യു കാണിക്കുന്ന ഒരു സീനുണ്ട്. ഭയങ്കര വലിയ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഗസ്റ്റർ ആയിട്ടുള്ളൊരു സീൻ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നുള്ളൂ, നിങ്ങളൊരു പെണ്ണെ ഇത്രയും വലിയ ഗ്രാൻഡ് ജസ്റ്ററിൽ പ്രപ്പോസ് ചെയ്യുന്നു, ആൻഡ് അതിനുശേഷം അപ്പോൾ അവരുടെ മൈൻഡിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഇവൻ ഇത്രയും ലെവലിലാണല്ലോ എന്നെ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അവർ നമ്മളായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലൈഫും പിന്നീട് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ചോദിക്കുന്നുള്ളൂ, പിന്നീട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ഗ്രാൻഡ് ജസ്റ്റേഴ്സ് കാണിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താണെങ്കിലും അത്രയും ഗ്രാൻഡ് ജസ്റ്റേഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ മൂവീസിനകത്ത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ എവിടെ പോയിക്കഴിഞ്ഞാൽ നമ്മളൊരു ജെൻറ്റിൽമാൻ ആയിരിക്കണം, പെണ്ണ് വരുമ്പോഴത്തേക്കും നമ്മൾ ഡോറ് തുറന്നു കൊടുക്കണം, കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കണം, ആൻഡ് അതുകൂടാതെ തന്നെ എവിടെ പോയിക്കഴിഞ്ഞാലും ഹാൻഡ്സ് ഹോൾഡ് ചെയ്യണം. ഇതെല്ലാം സിനിമയിൽ മാത്രമേ ഉള്ളൂ. റിയൽ ലൈഫിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഒരാളെ ചെയ്യുവാണെങ്കിൽ അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓവർവെൽമിങ് ദം. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ പറയുന്ന സിനിമകളെല്ലാം ജസ്റ്റ് ഒരു ഫാൻറ്റസി മാത്രമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് റൊമാൻറ്റിക് സിനിമ ഞാൻ അധികം കാണാത്തത് തന്നെ. പക്ഷേ റൊമാൻറ്റിക് സിനിമ നമ്മുടെ കൂടുതലും ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് റൊമാൻറ്റിക് സിനിമ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് കാണാൻ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ടോക്സിസിറ്റിയാണ്. നമ്മുടെ മെഗാ സീരിയലിനേക്കാളും ടോക്സിസിറ്റി ഐറ്റംസ് ആണ് നമുക്ക് ഈ പറഞ്ഞ സിനിമകളിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദ റെസ്ക്യൂ ഫാൻറ്റസി. യെസ്, നമ്മളെ പല ഇന്ത്യൻ സിനിമയിലും നമ്മൾ കണ്ടു വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ആണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളെ റെസ്ക്യൂ ചെയ്യണം. ഈവൺ അവർക്ക് നമ്മളായിട്ട് ഒരു തേങ്ങാക്കൊല ഫീലിങ്സ് ഇല്ലെങ്കിൽ അവൾ പിറ്റേ ദിവസം വന്ന് നിന്നോട് ഇങ്ങനെ പറയുവാണ്, ഐ ഹാവ് നോ ഫീലിങ്സ് ഫോർ യു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും യു സ്റ്റിൽ നീഡ് ടു ഗോ ആൻഡ് റെസ്ക്യൂ ഹെർ. കാരണം അത് നമ്മുടെ ജോബാണല്ലോ. നമ്മളാണ് ഹീറോ ഓഫ് അവർ സ്റ്റോറി. നമ്മളപ്പോൾ ആരെ കണ്ടുകഴിഞ്ഞാലും നമ്മൾ റെസ്ക്യൂ ചെയ്യണം. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് കബീർ സിംഗ്. എനിക്ക് കബീർ സിംഗിൻ്റെ എൻഡിങ് തന്നെ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതായിരുന്നു. കബീർ സിംഗ് ആണെങ്കിൽ അർജുൻ റെഡ്ഡി ആണെങ്കിൽ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ട് പുള്ളിക്കാരൻ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ട് പോയിട്ട് വീണ്ടും ഹി വെൻറ്റ് ബാക്ക്. ഓക്കെ, ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ആ ഒരു റെസ്ക്യൂവിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇനി വേറൊരു സിനിമ ഞാൻ സിമ്പിളി പറഞ്ഞുതരാം. നമ്മുടെ ടൈഗർ ഷറഫിൻ്റെ ബാഗിയുടെ ആദ്യത്തെ സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ശ്രദ്ധാ കപൂറിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സിനിമ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ ഷാറൂഖ് ഖാൻ്റെ ദേവദാസ് സിനിമ, എൻ്റെ പൊന്നോ, അത് അതിനേക്കാളും ഡിപ്രസിങ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് അവസാനം എന്താ സംഭവിച്ചത്? ഷാറൂഖ് ഖാൻ തന്നെ ചത്തു. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഹാപ്പി എൻഡിങ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ആൻഡ് പിന്നെ ആ സൽമാൻ ഖാൻ്റെ തേരാ നാം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇതേപോലെ തന്നെ സേവിയർ കളിക്കാൻ വേണ്ടി പോയിട്ട് റിയൽ ലൈഫിലും സല്ലു അണ്ണൻ ഇപ്പോഴും നമുക്കറിയാമല്ലോ സല്ലു അണ്ണൻ്റെ കഥ. അപ്പോൾ ഞാൻ പറയുന്നുള്ളൂ, ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ കൂടി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ മാത്രമല്ല, ഓൾമോസ്റ്റ് ഏതൊരു ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഫാമിലി ഡ്രാമ, റൊമാൻസ്, ഇറ്റ് ഓൾവേസ് സെൽസ്. അവർക്ക് പ്രത്യേകിച്ച് പുതിയൊരു കാര്യം ആലോചിച്ച് കൂട്ടേണ്ടി വരുന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ അവർ നോർമായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, ഇപ്പോഴാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ
എല്ലാ വുമൻസും ഇൻഡിപെൻഡൻ്റ് ആകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് തന്നെയാണ്. ഫെമിനിസം എത്ര ഹൈക്കിലാണ് എത്തിക്കണേ നമുക്കറിയാം. നമുക്ക് ഇവരെയൊന്നും സേവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. If they want to save themselves, they will be saving themselves. അല്ലാതെ they don't need someone else to go and save them. ആ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ വിചാരിക്കും, അയ്യോ അതെൻ്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ, എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലോ, അവളിപ്പോൾ പോകുന്ന സ്ഥിതി ഭയങ്കര മോശമല്ലേ, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് വാല്യൂ കളയുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇതെല്ലാം അത് എനിക്ക് ഏറ്റവും കൂടുതൽ പൊളിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് തന്നെ ഇതെല്ലാം നമ്മളെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കുമോ. പിന്നെ എങ്ങനെയാണ് ഒരാൾ ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഇതേപോലത്തെ ഒരു ഇൻഡസ്ട്രി ഇനിയും ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ കണ്ടു വളർന്നത്, നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലെല്ലാം ഇത് തന്നെയാണ്. കാരണം ഒരാൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ അവയെ ഫോഴ്സ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വീണ്ടും പോയി കൈ പിടിക്കണം, കാല് പിടിക്കണം, ബെഗ് ചെയ്യണം, എന്നിട്ടൊക്കെ നമ്മൾ തിരിച്ചൊരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. ഇതൊന്നും നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ബി യുവർ സെൽഫ്. ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു ക്യാരക്ടർ മാത്രം കാണിക്കൂ. ആരെയും പെർസീവ് ചെയ്യരുത്, ആരെയും ഓവർലി നമ്മൾ ആർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടിരിക്കരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അവരവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി they will understand their mistake and they will come back to you. Then you can say it is meant for you. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ആലോചിക്കാം. ഇത്രയും ഞാനൊരു കാര്യം പറയുള്ളൂ. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പണ്ട് ഈ ഒരു ബട്ടർഫ്ലൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ നടന്നിട്ടുണ്ട് തുമ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴൊക്കെ തുമ്പിയെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ തുമ്പി പറന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും തുമ്പിയെ പിടിക്കണ്ട, ഞാൻ അവിടെ പോയി ഞാൻ ചുമ്മാ ഇരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തുമ്പിയുടെ ഫാമിലി എല്ലാം കൂടി വന്നിട്ട് നമ്മുടെ തലയിലിരിക്കുന്ന ഒരു അവസ്ഥ വരെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറയുന്നത്, റൈറ്റ് ടൈമിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ തന്നെ വരും. ഈ പറഞ്ഞ സിനിമകൾ കണ്ട് ഒരിക്കലും ആരും ഡിസ്ട്രക്റ്റ് ചെയ്യരുത്. ഇതേപോലത്തെ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആൻഡ് മൂവീസ് സത്യം പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഫാൻറ്റസിയാണ്, എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇത് ഒരിക്കലും റിയലിസ്റ്റിക് അല്ല, റിയൽ ലൈഫ് അല്ല. നമ്മൾ ഓരോരുത്തരും ബിൽഡ് ചെയ്യുന്നതാണ് റിയൽ ലൈഫ്. നമ്മുടെ ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി ഇൻവോൾവ്മെൻറ്റ്, നമുക്ക് ഉണ്ടാവുന്ന ഗോൾസ്, ഫ്യൂച്ചർ, നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. സോ ഓവർലി ഇതേപോലത്തെ റൊമാൻറ്റിക് ഫിലിമിൽ ആരും ട്രസ്റ്റ് ചെയ്യരുത്. അതെല്ലാം സത്യം പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഒള്ളിയാണ്. അത് വിചാരിച്ച് അതാണ് നമ്മുടെ റിയൽ ലൈഫ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമ്പോൾ മനസ്സിലാകും. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ വേറെയും കുറേ സിനിമകൾ വെച്ചിട്ട് റിയൽ ലൈഫ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതേപോലെ റിലേറ്റ് ചെയ്തിട്ട്, അതായത് സിനിമ വെച്ചിട്ട് റിയൽ ലൈഫ് റിലേറ്റ് ചെയ്ത് വേറെയും കുറേ എപ്പിസോഡ് നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys next episode.